ബംഗാൾ രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന കുടുംബവാഴ്ചയ്ക്കും അഴിമതിക്കും അന്ത്യം കുറിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കി. തങ്ങൾ ഭരിച്ചുവന്ന കോട്ടകൾ ഓരോന്നായി തകരുന്ന കാഴ്ച കണ്ട് തൃണമൂൽ കോൺഗ്രസ് പാളയങ്ങൾ ഇപ്പോൾ തന്നെ ഭീതിയിലായി കഴിഞ്ഞു. വികസനത്തിന്റെ പുതിയ സൂര്യോദയം കാത്തിരിക്കുന്ന ബംഗാളിന്റെ മണ്ണിൽ ഇത്തവണ താമര വിരിയുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. മമതാ ബാനർജിയുടെ ഏകാധിപത്യ ഭരണത്തിന് വിരാമമിട്ട് ബി.ജെ.പി കേവല ഭൂരിപക്ഷം മറികടക്കുമെന്ന് ടുഡേയ്സ് ചാണക്യയും പ്രജാപോളും പോലുള്ള പ്രമുഖ ഏജൻസികളും വ്യക്തമാക്കിയതാണ്. 2021 38% വോട്ട് നേടിയ ബി.ജെ.പി ഇത്തവണ ബംഗാളിന്റെ എല്ലാ കോണുകളിലും അനിഷേധ്യമായ തരംഗമുണ്ടാക്കി കഴിഞ്ഞു. കഴിഞ്ഞ 15 വർഷമായി ബംഗാളിനെ പിന്നോട്ടടിച്ചവർക്കുള്ള മറുപടി ജനങ്ങൾ ബാലറ്റിലൂടെ നൽകി കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഈ പ്രവചനങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന തന്ത്രങ്ങളും അമിത്ഷായുടെ സംഘടനാ മികവും ബംഗാളിന്റെ ഓരോ ഗ്രാമങ്ങളിലും എത്തിക്കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികൾ തടഞ്ഞുവെച്ചും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും അധികാരം നിലനിർത്താൻ ശ്രമിച്ച തൃണമൂലിന് ഇത്തവണ പിടിച്ചു നിൽക്കാനാവില്ല. ബി.ജെ.പി അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ നുഴഞ്ഞുകയറ്റക്കാർക്ക് അന്ത്യം കുറിക്കപ്പെടുമെന്നും യഥാർത്ഥ ബംഗാളി ജനതയ്ക്ക് അവരുടെ അവകാശങ്ങൾ തിരിച്ചു ലഭിക്കുമെന്നുമുള്ള ഉറപ്പാണ് താമരയ്ക്ക് അനുകൂലമായ ഈ വലിയ കാറ്റായി മാറിയത്. ബംഗാളിൽ ആദ്യമായി അധികാരത്തിൽ എത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി.ജെ.പി ഇത്തവണ പോരാടിയത് പോലും. എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത് പോലെ സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യം ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വഴിവെക്കും. SIR-ലൂടെ വെട്ടിമാറ്റിയ വോട്ടുകൾ ബി.ജെ.പിക്ക് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടാതെ ഹിന്ദുത്വ വോട്ടുകളുടെ ഏകീകരണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാധീനവും ബി.ജെ.പിക്ക് ഗുണം ചെയ്യുമോ എന്നത് നിർണായകമാണ്. തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ ഇരു മുന്നണികളും അതീവ ജാഗ്രതയിലാണ്. ഭരണമാറ്റം ഉണ്ടാകുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി നേതൃത്വം. വോട്ടെണ്ണലിന് മുന്നോടിയായി ശനിയാഴ്ച ബി.ജെ.പി നേതാക്കൾ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. മറുവശത്ത് മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും ശനിയാഴ്ച വൈകുന്നേരം പ്രവർത്തകരുമായി വെർച്വൽ യോഗം ചേർന്നു. വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ സ്ട്രോങ് റൂമുകൾക്ക് സമീപം തന്നെ തുടരാനും യാതൊരു കാരണവശാലും ജാഗ്രത കൈവിടരുതെന്നുമാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. മുൻകാലങ്ങളിൽ ഫലം പൂർണ്ണമായും അറിയുന്നതിന് മുൻപ് തന്നെ പ്രവർത്തകർ മടങ്ങിയത് തിരിച്ചടിയായി അനുഭവമുള്ളതിനാലാണിത്. സ്ട്രോങ് റൂമുകളിൽ EVM അട്ടിമറി നടക്കുമോ എന്ന ആശങ്കയും തൃണമൂൽ ക്യാമ്പിനുണ്ട്. തൃണമൂലിനും ബി.ജെ.പിക്കും ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകൾ ലഭിക്കാതെ വരികയും എന്നാൽ ഇടതുപക്ഷവും കോൺഗ്രസും നിർണായകമായ സീറ്റുകൾ നേടുകയും ചെയ്താൽ സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ ഉണ്ടായേക്കാം. പുതിയ സഖ്യങ്ങൾക്കും രാഷ്ട്രീയ കുതിര കച്ചവടങ്ങൾക്കും ഇത് വഴിയൊരുക്കും. ഫാൾട്ട മണ്ഡലത്തിലെ റീപോളിംഗ് പോലെയുള്ള സാങ്കേതിക കാരണങ്ങളാൽ അന്തിമ ഫലപ്രഖ്യാപനം വൈകിയേക്കാം. കൂടാതെ പലയിടത്തും സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വോട്ട് വ്യത്യാസം വളരെ കുറവാണെങ്കിൽ റീകൗണ്ടിനും തുടർന്ന് തർക്കങ്ങൾക്കും സാധ്യതയുണ്ട്. ഇത് വിധി പ്രഖ്യാപനവും തുടർന്ന് സർക്കാർ രൂപീകരണവും കുറച്ച് ദിവസങ്ങൾ കൂടി വൈകാൻ കാരണമായേക്കാം. ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വിധിക്കായാണ് ബംഗാൾ കാത്തിരിക്കുന്നത്. മമതയുടെ കോട്ട കാക്കുമോ അതോ കാവിയണിയുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വരും മണിക്കൂറുകളിൽ വ്യക്തമാവും. എക്സിറ്റ് പോളുകൾ ബി.ജെ.പിക്ക് 190-ലധികം സീറ്റുകൾ വരെ പ്രവചിക്കുമ്പോൾ പരാജയം നടത്ത തൃണമൂൽ ക്യാമ്പുകൾ ഇപ്പോൾ തന്നെ അട്ടിമറി ആരോപണങ്ങളുമായി രംഗത്തുണ്ട്. തോൽവി സമ്മതിക്കാൻ കഴിയാത്തവരുടെ അവസാനത്തെ ആയുധം മാത്രമാണിത്. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിലും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിലും പരാജയപ്പെട്ട മമതയുടെ ഭരണം അവസാനിക്കുന്നതോടെ ബംഗാളിനി സോനാർ ബംഗ്ല ആയി മാറും.